ഹായ് ഫ്രണ്ട്സ്, അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചുട്ടരച്ച തേങ്ങാച്ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 4 പീസ് തേങ്ങാപ്പൂളാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളിവിടെ ചെറിയൊരു തീയിലാണ് ചുട്ടെടുക്കുന്നത്. തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പം നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പൂളൊക്കെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വറ്റൽമുളകാണ്. നമ്മളിവിടെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വറ്റൽമുളകും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ളത് ഇത്രയും സാധനങ്ങളും കൂടിയാണ്. കുറച്ച് പുളി, കുറച്ച് ഇഞ്ചി, പിന്നെ ഉപ്പ്, പിന്നെ നമ്മൾ മുമ്പേ ചുട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പൂളും വറ്റൽമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് വേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പൂളൊന്ന് അരിഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കതൊന്ന് അരിഞ്ഞു കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്